അടിയല്ല, യുദ്ധാണ്. ഇന്ത്യ പാക് യുദ്ധം പോലെ ഇങ്ങനൊരു ഏറ്റുമുട്ടൽ ഞാൻ കാണുന്ന നടാരൻ. സ്ത്രീകൾക്ക് റിസർവേഷൻ ആവശ്യകത ഉണ്ടോ? യെസ്. അപ്പൊ ആ ഒരു വിഷയമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. സംഘടന തുടങ്ങിയിട്ട് കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. താങ്കളുടെ അഭിപ്രായം? ഞാൻ സ്ത്രീയും പുരുഷനും കാണാറില്ല, മനുഷ്യനെ കാണാറുള്ളൂ. അതുകൊണ്ട് ഇക്വാലിറ്റിയിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇക്വാലിറ്റിയിലാണ് വിശ്വസിക്കുന്നത്. വിശ്വാസമായിരുന്നില്ലല്ലേ? ഈ കഥയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഞാനൊരു ചോദ്യം ചോദിക്കാം. ഇപ്പം ഇയാള് പറഞ്ഞു റിസർവേഷൻ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്തിനാണ് നിങ്ങൾക്ക് റിസർവേഷൻ? അത് ഉത്തരം പറ. അത് നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. എന്റെ ചോദ്യം സ്ത്രീകൾക്ക് എന്തിനാണ് മുൻഗണന എന്നാണ്. പുരുഷന്മാർക്ക് മുൻഗണന ഉണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. വേണമെന്ന് പറഞ്ഞാലും ഇവിടെ കൊണ്ടുതരാൻ ആരുമില്ല. ആർക്കും വേണ്ടാത്ത ഒരു വംശമായിട്ട് നിലനിൽക്കുകയാണ് പുരുഷന്മാർ. ആണുങ്ങളൊക്കെ ഇവിടെ ജീവിച്ച് പൊക്കോട്ടെ. അതിന് സ്ത്രീകളുടെ സഹകരണം ഞങ്ങൾക്ക് ആവശ്യമാണ്. പബ്ലിക്കിലേക്ക് നിങ്ങൾ ഇറങ്ങി ചെല്ലുന്ന സമയത്ത് ഇയാൾ എന്നെ തൊട്ടു എന്ന് പറഞ്ഞാൽ താൻ ഇവരെ തൊട്ടോ എന്ന ചോദ്യത്തിന് മുമ്പേ ഒരു 20 ആളെങ്കിലും എന്റെ മേലെ കൈവച്ചിട്ടുണ്ടാവും. തീർച്ചയായിട്ടും അത്രയും മുൻഗണന അല്ലെങ്കിൽ സംവരണം നിലനിൽക്കെ നിങ്ങൾക്ക് എന്തിനാണ് വേറൊരു സംവരണം? ഈ ഗുഡ് ടച്ചും ബാഡ് ടച്ചും സ്ത്രീകൾക്ക് മാത്രമാവുന്നത് എങ്ങനെയാ? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. സ്ത്രീകളുടേത് മാത്രമാവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നും എന്താ പറയാ, നമുക്ക് ആൺകുട്ടികൾ പീഡനം അനുഭവിക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങൾ കണ്ടിട്ടില്ല. ഞാനൊന്നും കാണില്ലല്ലോ. ആൺകുട്ടികൾ മീഡിയയിൽ വാർത്തയാവുന്നത് പോലും നിങ്ങൾ ശരിയായിട്ട് ഏട്ടൻ പറഞ്ഞ ആൺകുട്ടികൾ പീഡനം സഹിക്കുന്നത് പെണ്ണുങ്ങൾ കാരണം അല്ല, സ്ത്രീകൾ കാരണം കൊണ്ടാണ്. അങ്ങനെ ഒരു 10 വാർത്ത ഞാൻ പറഞ്ഞ ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. ആണുങ്ങളുടെ സംവരണത്തിന് വേണ്ടി നിങ്ങൾ എന്റെ കൂടെ നിൽക്കോ? അത് നിൽക്കില്ല. ഇല്ല. ആ മോഹം മനസ്സിൽ വെച്ചാൽ മതി. സംവരണം വേണ്ടത് താഴെ നിൽക്കുന്ന ആൾക്കാർക്കാണ്. നീ ഇപ്പൊ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളെ പോലെ അല്ലെങ്കിൽ വൃദ്ധരായിട്ടുള്ള ആളുകളെ പോലെ കാണേണ്ട ആളുകളാണ് സ്ത്രീകൾ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ലാതെ ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. അല്ലെങ്കിൽ നിങ്ങൾ അഡ്മിറ്റ് ചെയ്യൂ, ഞങ്ങൾ അങ്ങനെ സ്പെഷ്യലി ഏബിൾഡ് ആണ്. അതല്ല ഉദ്ദേശം. എന്തിനാണ് റിസർവേഷൻ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ പറയാം. അടിത്തട്ടിൽ കഷ്ടത അനുഭവിക്കുന്ന ആളുകളെ മുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് റിസർവേഷൻ. അത് ശരിക്കും സംഭവിക്കുന്ന കാര്യം, നോർമലി സംഭവിക്കുന്ന കാര്യമാണ്. അതിനെയാണ് ഇക്വാലിറ്റി എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോഴും മുൻഗണന വേണമെന്ന് പറയുന്നതിന്റെ ലോജിക്കാണ് ഞാൻ ചോദിക്കുന്നത്. സരോജിനി നായിഡുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? സരോജിനി നായിഡുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആരാ? കേട്ടിട്ടില്ലേ? ഞാൻ കേട്ടിട്ടില്ല. ആരാണോ? ഓ, അത് കലക്കി. എന്താ അങ്ങനെയൊക്കെ ചോദിക്കാൻ? ഈ പറയുന്ന സംവരണത്തിന് വേണ്ടി സ്ത്രീകളുടെ മുമ്പിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ച ഒരു വ്യക്തിയാണ്. ഞാനൊരു ഇഗാലിറ്റേറിയനാണ്. സ്ത്രീ ആയാലും പുരുഷനായാലും രണ്ടും. എന്നെ സംബന്ധിച്ച് റിസർവേഷൻ എന്ന് പറയുന്നത് ഒരു കാലം മുമ്പേ സ്ത്രീകളെ പൊക്കിക്കൊണ്ടുവരാനുള്ള ഒരു കാര്യമായിരുന്നുവെങ്കിൽ ഇന്ന് അത് വീണ്ടും നമ്മൾ റീച്ച് ചെയ്യേണ്ട സമയമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ കാര്യം പറഞ്ഞിരുന്ന സമയം പോയത് അറിഞ്ഞില്ല. ഞാൻ ഇറങ്ങാം.